ഡോക്ടർ ബി ജയരാജ്, എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. 3 അന്വേഷണങ്ങൾ ഉണ്ട് എം.ആർ. അജിത് കുമാറിനെതിരെ. അന്വേഷണങ്ങൾ അങ്ങനെ നീണ്ടുപോവുകയാണ്. അതിനൊരു ടൈം ബൗണ്ട് അന്വേഷണമായിട്ട് പോലുമല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ ഒരു പ്രൈമ ഫേസി അന്വേഷണം പോലും നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഈ RSS നേതാക്കളെ കണ്ട കാര്യത്തിലാകട്ടെ അന്വേഷണം ഒന്ന് നടന്നതാണ്. പിന്നെ അന്വേഷണത്തിന് മേൽ അടുത്ത അന്വേഷണം വന്നിരിക്കുകയാണ്. പൂരം കലക്കലിനെ കുറിച്ച് ഒരു അന്വേഷണം വന്നതാണ്, അതിനുമേൽ മറ്റൊരു അന്വേഷണം വന്നിരിക്കുകയാണ്. പക്ഷേ കരുതൽ അവിടെ എത്ര കൃത്യമാണ്. ഒരു കേസ് പോലും, ഒരു FIR പോലും എടുത്തിട്ടില്ല. അത് മാത്രമല്ല, ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അതൊരു ശിക്ഷാ നടപടി അല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഒരു വാചകം പോലും അദ്ദേഹത്തിനെതിരെ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ എത്രമാത്രം കരുതൽ, ഇങ്ങനെയൊന്നും കരുതൽ നടത്തരുതേ ഒരു ഉദ്യോഗസ്ഥനോട്. മഞ്ജുഷ്, ഇത് കരുതലിന്റെ എന്ന വിഷയമല്ല. ഇതിനകത്ത് പ്രധാനമായിട്ട് M.R. അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത് PV അൻവറാണ്. PV അൻവർ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നും PV അൻവർ ഉന്നയിച്ച അന്നത്തെ കാലത്ത് ഗൗരവതരമായ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്നും പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായി കഴിഞ്ഞു. PV അൻവറിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും PV അൻവർ ഏത് കൂടാരത്തിലേക്കാണ് പോകുന്നതെന്നും PV അൻവർ ഇപ്പോഴെവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഫ്ലോറിൽ ഈ വിഷയം ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഈ അനധികൃത സ്വത്ത് സമ്പാദനവും വീട് വെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട് പോയി പരിശോധിച്ച കാര്യമാണ്. അവിടെ ഈ വീട് 10 സെന്റ് സ്ഥലത്തിനകത്താണ് ഈ ബുർജുൽ അറബ് കെട്ടിപ്പൊക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. അതിന് എത്രമാത്രം എസ്റ്റിമേറ്റ് ഉണ്ടാവും, എത്രമാത്രം ചെലവുണ്ടാവും, എത്ര രൂപ അയാൾ ലോൺ എടുത്തിട്ടുണ്ട്, ആരാണ് ആ വസ്തു വാങ്ങിക്കൊടുത്തത്, അത് ഗിഫ്റ്റായിട്ട് അദ്ദേഹത്തിന്റെ മയപ്പൻ മകൾക്ക് കൊടുത്തതാണ് ആ സ്ഥലം, ആ 10 സെന്റ് സ്ഥലം. കവടിയാർ കൊട്ടാര സദൃശ്യമായ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ ഒരു ആരോപണം. ആ ആരോപണത്തിന്റെ മേൽ അന്നേ ഒടിഞ്ഞതാണ്. ആ ആരോപണം തന്നെയാണ് നിജേഷ് ഒരു ആരോപണമായിട്ട് വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. ഇതൊക്കെയാണ് അതിനകത്ത് വസ്തുത. പിന്നെ ഇതിനകത്ത് ഈ IPS ഉദ്യോഗസ്ഥരുടെ റൂൾ അനുസരിച്ച്, റൂൾ നമ്പർ 9 അനുസരിച്ച് പ്രൊമോഷൻ അർഹതപ്പെട്ടവർക്ക് ആ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് തടഞ്ഞു വെക്കാൻ ഒരു സർക്കാരിന് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പൊരു കേസ് അറിയാമല്ലോ. ഇങ്ങനെ തടഞ്ഞു വെക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് TP സെൻകുമാർ. TP സെൻകുമാർ നേരെ കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം അങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ സർക്കാരിന് തിരിച്ചടിയേറ്റു, ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഭാഷ്യമായിരിക്കും അതിന് ചവയ്ക്കുക. അങ്ങനെ ഉണ്ടാവും. പിന്നെ അർഹതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും അത് തടഞ്ഞിരിക്കാൻ, അതായത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിനകത്ത് ഇപ്പോൾ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുന്ന ആ അന്വേഷണത്തിന് അതിന് മുകളിൽ ആരെ കൊണ്ടാണ് അന്വേഷിപ്പിക്കുക? സെൻട്രൽ ഏജൻസിയെ കൊണ്ട്. അല്ലല്ല, ഡോക്ടർ ബി ജയരാജ്, DGP തന്നെ അന്വേഷിച്ചതാണ്. DGP കൊടുത്ത റിപ്പോർട്ട് ADGPക്ക് എതിരെയുള്ള റിപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷേ അതിനുമേൽ അന്വേഷണത്തിനാണ് പിന്നീട് ഉത്തരവ് വന്നത്. ആ അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനുമേൽ എന്ത് കണ്ടെത്താനാണ് DGP? എന്തായാലും DGPക്ക് ഈ ADGP കളങ്കിതനാണ് എന്ന് അറിയാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടും ആ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പൂരം കലക്കലിലും അങ്ങനെ തന്നെയാണ്. പിന്നെ താങ്കൾ PV അൻവറിന്റെ കാര്യം പറഞ്ഞു. അൻവറിന്റെ കാര്യമേ ഇവിടെ സംസാരിക്കുന്നില്ല. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളല്ല ഇത്. ഇപ്പോൾ ADGP RSS നേതാക്കളെ കണ്ട കാര്യം, ആ വിഷയം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ആരാണ്? CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇതിലൊരു നടപടി എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ പ്രധാനമാണ്. അദ്ദേഹം നിലപാട് പറയട്ടെ. ഇപ്പോൾ ഈ DGP റാങ്കിലേക്കുള്ള പ്രൊമോഷന് തടസ്സമില്ല എന്ന രീതിയിലുള്ള മന്ത്രിസഭ തീരുമാനം, മന്ത്രിസഭയുടെ അംഗീകാരത്തെക്കുറിച്ച് അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്. ADGP സ്ഥാനത്തിരിക്കുവാൻ യോഗ്യനല്ല, ഒരു നിമിഷം പോലും ഇരിക്കില്ല M.R. അജിത് കുമാർ ആ പദവിയിൽ നിന്ന് പറയുന്നത് ശരിയായി വരികയാണ്. ADGP പദവിയിലല്ല, അതിനേക്കാൾ ഉയർന്ന DGP പദവിയിലേക്കാണ് M.R. അജിത് കുമാർ വരാൻ പോകുന്നത്. അതിനുള്ള തന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ടാവും. സുരേഷ് രാജ് പുരോഹിത് കേരള കേഡറിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ അടുത്ത പ്രൊമോഷൻ വരുന്നത് സ്വാഭാവികമായിട്ടും M.R. അജിത് കുമാറിനാണ്. അപ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ പോലും ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ PV അൻവർ പറഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും. VS സുനിൽകുമാറാണ് ഇപ്പോൾ നടന്ന് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്. ഈ പറയുന്ന തൃശ്ശൂർ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അതിൽ സ്വാഭാവികമായിട്ടും ആരാണ് സംശയനിഴലിൽ നിൽക്കുന്നത്? M.R. അജിത് കുമാറാണ്. RSS നേതാക്കളുമായുള്ള ബന്ധത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിലാരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഘടകകക്ഷികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. RSS നേതാക്കന്മാരെ ഒരു സ്റ്റേറ്റിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP സന്ദർശിക്കുക എന്ന് പറയുന്നതിനകത്ത് പുതിയ കാര്യമൊന്നുമല്ല. സാധാരണഗതിയിൽ ഇത്തരം ആളുകളെല്ലാം
പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ മന്ത്രിമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് നമുക്കത് പറയാൻ പറ്റും. ഇത് രാഷ്ട്രീയമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയമില്ല എന്ന് നമ്മൾ കരുതപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ടുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ആളുകളെ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായിട്ട് സന്ദർശിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസകളെ ആണെങ്കിലും മറ്റേ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സന്ദർശിച്ച RSS നേതാവാണെങ്കിലും ആരായാലും ഇപ്പോൾ വത്സൻ തില്ലങ്കേരി ഇന്നൊരു പുതിയൊരു ആരോപണം കൂടി കേൾക്കുന്നു. വത്സൻ തില്ലങ്കേരിയോട് സംസാരിച്ചതിനകത്തും തെറ്റൊന്നും പറയാനാവില്ല. കാര്യം സ്റ്റേറ്റിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ആ സമയത്ത് ഇരുന്നപ്പോഴാണ് ഇത്തരം ഇതൊക്കെ നടത്തിയത്, സന്ദർശനങ്ങൾ നടത്തിയത്. അത് പിന്നെ അദ്ദേഹം യൂണിഫോമിൽ പോയില്ല, യൂണിഫോം ഇല്ലാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കോൺസ്പിറസി തിയറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതിനകത്തോട്ട് വലിച്ചിട്ടോട്ട് വരുന്നതും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പിന്നെ സ്വർണം പൊട്ടിക്കൽ കേസ്, കൊലപാതകം, എക്സ്റ്റോഷൻ, എങ്ങനെ ഒന്നും പറയേണ്ട ഒരു പട്ടിക, ഒരു നീണ്ട പട്ടികയായിരുന്നല്ലോ ചർച്ച ചെയ്തത്. ഇതിലൊന്നുപോലും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസിനോ പുറത്തുവിടാൻ പറയൂ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. ഇത്രയുമായിട്ട് എന്താണ് അന്വേഷണം എങ്ങും എത്താത്തത്? സംസ്ഥാന പോലീസിന് DGPക്ക് തന്റെ കീഴിലുള്ള ADGPയെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുവാൻ ഇത്ര താമസമാണോ ഉള്ളത്? ഒരു തവണ റിപ്പോർട്ട് കൊടുത്ത റിപ്പോർട്ട് കൊടുത്ത DGP ആണ് അബദ്ധത്തിലായി പോയത്. കാരണം ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് അടുത്ത അന്വേഷണം നടത്താൻ DGPയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ശ്രീജിത്ത് പണിക്കർ,